എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ വീഡിയോ 10K 20K എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പൊക്കോണ്ടിരുന്നിടത്തുനിന്ന് ഒറ്റയടിക്ക് 1 ലക്ഷം എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോ കളിവീട് അഥവാ ഹൗസ്ഫുൾ 5 റോസ്റ്റ് ഗംഭീര വിജയമാക്കി തീർത്ത ഫ്രണ്ട്സ്, ഫാൻസ് ആൻഡ് ഫോളോവേഴ്സ് എല്ലാവർക്കും നന്ദി. നന്ദി മാത്രമല്ലേ. ഇനി നമുക്ക് ഇന്നത്തെ കലാപരിപാടികളിലേക്ക് കിടക്കാം. അതായത് കഴിഞ്ഞ വീഡിയോയുടെ പോസ്റ്റ് ക്രെഡിറ്റിൽ ഞാനൊരു സംഭവം ചെയ്തിരുന്നു. ഏറെക്കാലമായി ആരാധകർ കാത്തിരുന്ന നമ്മുടെ ചലഞ്ചിങ് സാറിൻ്റെ തിരിച്ചുവരവ്. ഞാൻ ആക്ച്വലി ആ പടം മുഴുവൻ കാണാതെ എടുത്തങ്ങ് ഇട്ടതാണ്. പക്ഷെ പടം എടുത്ത് വെച്ച് നോക്കിയപ്പോഴാണ് മഹാബോറ്, ആക്രാന്തിയേക്കാൾ വലിയ ബോറ്. അങ്ങനെ കണ്ട് ഉറക്കം വരുന്നൊരു സമയത്ത് ഞാൻ കമ്മ്യൂണിറ്റിയിൽ ഒരു പോസ്റ്റ് ഇട്ടു. അതെ, ഇത് തന്നെ ചെയ്യണമെന്ന് നിർബന്ധമുണ്ടോ, നമുക്ക് വേറെ ഏതെങ്കിലും പടം ചെയ്താലോ എന്ന്. അമ്മേ, എന്നെ കൊന്നില്ലെന്നേ ഉള്ളൂ എന്ന് വരെ പറഞ്ഞവരുണ്ട്. ചലഞ്ചിങ് സാറിന്റെ നെഞ്ചിലേറ്റ് നടക്കുന്ന ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകളിൽ ഒരാളാണ് ഈ ഉള്ളവനും. അദ്ദേഹം നമ്മളെ എന്താണ് പഠിപ്പിച്ചത്? ചലഞ്ചസ് നേരിടാനാണ്. അങ്ങനെ നിദ്രാദേവി തഴുകി വിളിച്ചിട്ടും പോവാതെ ഈർക്കിലി കുത്തിവെച്ച് ഞാൻ ആ സിവിൽ വാർ കണ്ടു തീർത്തു. ഇനി ഞാൻ അനുഭവിച്ചത് നിങ്ങളും അനുഭവിക്കണം. അപ്പോൾ തുടങ്ങാം. അപ്പോൾ പടം തുടങ്ങുമ്പോൾ കർണാടകയിലെ ഏതോ ചന്തയിൽ ഒടുക്കത്തെ തിരക്കാണ്. അവിടേക്ക് ഒരു മാന്യനായ സാറും അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റും കൂടി നടന്നുപോയി ഒരു പാലം നോക്കി മാർക്കിട്ടിട്ട് തിരിച്ചു നടക്കും. ഇങ്ങേരെ ഇവിടെ നിന്ന് നടന്ന് തിരിച്ചു പോകുമ്പോൾ കുറേ ഗുണ്ടകൾ ഇങ്ങനെ തീർക്കാനായിട്ട് സ്കെച്ച് ഇടും. അങ്ങനെ നോക്കി നിന്ന് അങ്ങേറെ മെഡില ഒബ്ലാങ്കട്ടയ്ക്ക് തന്നെ വെട്ടും. സോഷ്യൽ ത്രില്ലറിൽ ഇച്ചിരി ടൈം ട്രാവൽ വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും എന്നറിയാനായിട്ട് സംവിധായകൻ ചുമ്മാ വെച്ചതാണിത്. ഇതുവരെ വെട്ട് നടന്നിട്ടില്ല. അപ്പോൾ ടൈം പുറകോട്ട് പോട്ടെ. അപ്പോൾ നമ്മുടെ മാമൻ വീണ്ടും ഇങ്ങനെ നടന്ന് പോവുകയാണ്. പാക്കറ്റ് പൊട്ടിച്ചതിൽ പാതി ഊതിക്കളഞ്ഞ് ബാക്കി പാതി വായിലോട്ട് ഇടുന്ന ഈ ചേട്ടനാണ് നമ്മുടെ മാമനെ കൊല്ലാൻ പോകുന്നത്. പട്ടാപ്പകൽ ചന്തയുടെ നടുക്കൂടെ പോകുന്ന ഒരാളെ കൊല്ലാൻ നോക്കുമ്പോൾ നമ്മൾ 2 കാര്യങ്ങളാണ് ശ്രദ്ധിക്കുന്നത്. ഒന്ന്, ചന്തയിൽ വേറെ ആരും ശ്രദ്ധിക്കാതെ സൈലന്റ് ആയിട്ട് സംഭവം ചെയ്തിട്ട് പോകണം. 2, പെട്ടെന്നെങ്ങാനും പോലീസ് പിടിച്ചു കഴിഞ്ഞാൽ അവർക്ക് മർഡർ വെപ്പൺ കിട്ടാതെ നോക്കണം. കാരണം മർഡർ വെപ്പൺ ഉണ്ടെങ്കിലല്ലേ കേസുള്ളൂ. ഈ 2 കാര്യങ്ങൾ ഉത്തമ ബോധ്യമുള്ള ഉണ്ണിയേശുവിന്റെ ലാളിത്യമുള്ള ഈ സഹോദരൻ നമ്മുടെ മാമന്റെ പുറകെ നടന്നിട്ട് ഇട്ടിരുന്ന ചെരുപ്പ് ആരും ശ്രദ്ധിക്കാത്ത രീതിയിൽ ഇന്ത്യ വിടുന്ന റോക്കറ്റ് പോലെ മാനത്തോട്ട് തെറിപ്പിച്ചിട്ട് ക്യാച്ച് പിടിക്കും. എന്നിട്ട് ആ ചെരുപ്പിന്റെ അകത്തുനിന്ന് ഒരു കോടാലി ഉണ്ടാക്കി മാമനെ കൊല്ലാനായിട്ട് പുറകെ ഓടും. പക്ഷെ പെട്ടെന്ന് ഒരുത്തം വന്ന് അങ്ങനെ പിടിച്ചു മാറ്റിയിട്ട് പറയും ഡീല് ക്യാൻസൽ ആയെന്ന്. പാവം, അങ്ങനെ ചെരുപ്പുണ്ട് ചിരവയൊക്കെ ഉണ്ടായിക്കൊണ്ട് വന്നായിരുന്നു. പക്ഷെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം കണ്ട ആ പാലമില്ലേ, അത് പണിഞ്ഞ 2 പേരിൽ ഒരാൾ കൊടുത്ത കൊട്ടേഷൻ ആയിരുന്നു അത്. അങ്ങേര് ഒരു സൈഡിൽ കൂടെ കൊട്ടേഷൻ കൊടുത്തു, പാർട്ണർ മറ്റേ സൈഡിൽ കൂടെ അതിനെ ക്യാൻസൽ ചെയ്തു. കൊലപാതകം ഒന്നിനും ഒരു പരിഹാരമല്ലല്ലോ. പക്ഷെ ആ ഓഫീസറിന് ഇവരുടെ വരുതിക്ക് വരുത്തുകയും വേണം. അതിന് ഒരേ ഒരാളേ ഉള്ളൂ. കക്ഷി എന്ന് മാത്രമല്ലേ പറഞ്ഞോളൂ. ഈ കക്ഷി ആരാ? അതെ, ഒരവതാരമാണ്. അപ്പൊ ജഗ്ഗു സാറിന്റെ ഇൻട്രോ തന്നെ സ്കൈ ലെവൽ ഹൈപ്പിലാണ്. അതായത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തൊട്ടുള്ള ജഗ്ഗു സാറിന്റെ കർമ്മങ്ങളുടെ നെഞ്ചത്തെ ക്യാമറ വെച്ചുള്ള ഷോട്ടുകൾക്ക് ശേഷം അദ്ദേഹം കാറിൽ കയറി എങ്ങോട്ടോ യാത്രയാവുകയാണ്. ഈ കാർ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു 10 കിലോമീറ്റർ അപ്പുറത്ത് ഒരു ലോറി കുറുക്ക വരും. അപ്പൊ നമ്മളൊക്കെ ഇങ്ങനത്തെ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ വണ്ടി മാക്സിമം കൊണ്ട് ഇടിപ്പിക്കാതിരിക്കാൻ നോക്കും. ഇവരും അത്രേ ചെയ്തോളൂ. വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വലത്തോട്ടോ ഇടത്തോട്ടോ ഓടിക്കും, ഇവർ നേരെ ലോറിയുടെ മോളിൽ കൂടെ പറത്തും. അത് നല്ല രസം കേട്ടോ ആ പോക്ക് കാണാൻ. ഇടിക്കാൻ വന്ന ലോറിയുടെ അറ്റത്ത് പോലും തട്ടാതെ ലാലേട്ടനെ പോലെ ഇങ്ങനെ ചെരിഞ്ഞ് ഇങ്ങനെ മേപ്പോട്ട് പോയിട്ട് നേരെ മോന്ത ഇടിച്ചൊരു വീഴ്ച. എന്തായാലും എയർ ബാഗ് പോലും ഇല്ലാത്ത ഇടിക്ക് വീൽ കപ്പ് വരെ പറഞ്ഞു പോയ ആക്സിഡന്റിനെ തുറന്ന് കുറേ നേരം കഴിഞ്ഞ് ഡ്രൈവർക്ക് ബോധം വരുന്നു. അവന് ജീവനുണ്ട്, ജഗദീശ്വരന് നന്ദി. പക്ഷേ ജഗ്ഗീശ്വരൻ എവിടെ? അപ്പോഴതാ ദൂരെ ഒരു പാറക്കല്ലിന് മുകളിൽ ഒരു രൂപം. അയാളുടെ അടുത്തേക്ക് ഡ്രൈവർ ഓടിച്ചെല്ലുന്നു. അപ്പോഴാണ് നമ്മൾ ആ ഗംഭീരമുള്ള കണ്ണുകൾ കാണുന്നത്. ഡ്രൈവർ ചോദിക്കും, അണ്ണാ ഒന്നും പറ്റിയില്ലല്ലോ അല്ലേ? കള്ളന്റെ മക്കൾ പെട്ടെന്ന് ചാവില്ല. ഇത് ഞാൻ ഉണ്ടാക്കിയ ഡയലോഗ് ഒന്നുമില്ല. ആ സീനിൽ അങ്ങേര് പറയുന്ന ഡയലോഗ് ഇത് തന്നെയാണ്. അതിന്റെ കറക്റ്റ് ട്രാൻസ്ലേഷനാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ അണ്ടങ്കേരി അപകടത്തിൽ നിന്ന് ജഗ്ഗു സാർ എഴുന്നേറ്റിട്ട് കുറേ നേരമായി. അങ്ങനെ ഡ്രൈവർ എഴുന്നേറ്റിട്ട് പറഞ്ഞിട്ട് പോകാമെന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്താൽ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജഗ്ഗു സാർ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഒരു കാര്യം ചെയ്ത് തീർക്കാനായിരുന്നു. അത് ചെയ്ത് തീർക്കാതെ അദ്ദേഹത്തിന് മടങ്ങിപ്പോക്കേയില്ല. പക്ഷെ വന്ന കാലത്ത് അവിടെ പൊടി ഇടിക്കാൻ വന്ന ലോറി എപ്പോഴേ പോയി. അപ്പോൾ ഇനി അദ്ദേഹം എങ്ങനെ പോകുന്നു നമ്മളൊക്കെ വിചാരിക്കും. പക്ഷെ അദ്ദേഹത്തിന് ദൈവം കൂട്ടുണ്ട്. പെട്ടെന്ന് അന്തോ കുന്തോ ഇല്ലാത്ത ഹൈവേയിൽ അങ്ങേർക്ക് സിംഹത്തിന്റെ എംബ്ലം ഉള്ള ഒരു റോയൽ എൻഫീൽഡ് കിട്ടും. അല്ലെങ്കിൽ ജഗ്ഗു സാറിന്റെ റോയൽ ലുക്കിന് സിംഹത്തിലുള്ള റോയൽ എൻഫീൽഡ് ആണ് കറക്റ്റ്. ഇങ്ങനെ നേരെ കയറി ചെല്ലുന്ന വില്ലന്റെ താളത്തിലേക്കാണ്. വരവെന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ വേട്ടയിൽ തലവര് വന്ന പോലത്തെ ഒരു വരവും പിന്നെ ഒരു കിടിലും ഫൈറ്റും. the Georgia.
ഒന്ന് ആലോചിച്ച് നോക്കണം, യവന്മാർ പാതിരാത്രി വരെ പണിയെടുത്ത് പദം വരുന്ന സ്ഥലം, അവിടെ ഒരു കണ്ണാടി ഉണ്ടെന്ന് പോലും യവന്മാർക്ക് അറിഞ്ഞൂടാ. പിന്നെ ഈ കഥ നടക്കുന്ന ഭൂമിയിലെ എല്ലാം റിവേഴ്സ് ഫിസിക്സ് ആണ്. ഗ്ലാസിനപ്പുറത്തേക്കുന്ന ഒരു ഷാഡോ ഇല്ല, അത് തിരിച്ചറിയാൻ കണ്ണില്ല. ചെന്നിടിച്ച ഗ്ലാസ് പൊട്ടിയാൽ ഇടിച്ചവന്മാർ ഒരു 300 അടി പുറകിലോട്ട് ചെന്ന് തെറിച്ച് വീഴും. പക്ഷേ അതിൻ്റെ അറ്റത്ത് നിന്ന് ജഗ്ഗണ്ണൻ്റെ ദേഹത്ത് ഒരു കുപ്പിച്ചില്ല് പോലും കൊള്ളില്ല. അപ്പോൾ രാവിലെ അണ്ണൻ കല്യാൺ ജ്വല്ലേഴ്സിൽ നിന്ന് ദേഹമാകെ തങ്കം വാരിപ്പൊത്തി ഇറങ്ങിയത് ഇങ്ങേറെ കയ്യിൽ നിന്ന് കാശ് മേടിക്കാനായിരുന്നു. എന്ത് കാര്യം, ഒരു ആക്സിഡന്റ് ഇത്ര അടിയൊക്കെ കഴിഞ്ഞിട്ട് ഈ ഉണ്ടാക്കിയ കാശ് മുഴുവൻ ആശുപത്രി കൊടുക്കാനല്ലേ യോഗം എന്ന് നിങ്ങൾ വിചാരിക്കും. പക്ഷേ ജഗ്ഗു അണ്ണൻ മറ്റേ ഐറ്റം ഇറക്കും. Oh my God, I love you. പെട്ടെന്ന് സീൻ തന്നെ അങ്ങ് മാറും. പുഷ്പാർച്ചനയും കൊട്ടിമേളവും പിന്നെ അതിനെയൊക്കെ ഓവർ പവർ ചെയ്യുന്ന ജഗ്ഗു അണ്ണന്റെ അന്യായ ഡാൻസ് അങ്ങേറെ അഴിഞ്ഞാട്ടമായിരുന്നു. പക്ഷെ അതൊക്കെ കുറച്ച് നേരത്തേക്കേ ഉള്ളായിരുന്നു. അങ്ങനെ ഈ ഡാൻസ് ഒക്കെ പൂട്ടിക്കെട്ട് കഴിഞ്ഞ് പോകുന്ന നേരത്തെ രണ്ടുപേരും കൂടെ ക്രോസ് ചെയ്ത് പോകുന്ന ഒരു ഷോട്ട് ഉണ്ട്. ഓഹോ, രോമാഞ്ചം. എന്താടാ, നീ ഇവരെ അറിയോ? ഏയ്, കണ്ടിട്ട് ഏതോ റിട്ടയർഡ് സ്കൂൾ മാഷും മകളുമാണെന്ന് തോന്നുന്നു. കൊള്ളാം. ഒറ്റ നോട്ടത്തിൽ തന്നെ ആൾക്കാരെ തിരിച്ചറിയാനുള്ള IPS കാരൻ്റെ കഴിവ് കൊള്ളാം. എന്തായാലും കോട്ടയം പള്ളിയിലെ വികാരിയാണെന്നൊന്നും പറഞ്ഞു കളയാതിരുന്നത് ഭാഗ്യം. എന്താടാ? എടാ, IPS കൊഞ്ഞാണ്ട, അതാണ് സിദ്ധ, ഏജന്റ് സിദ്ധ. ബംഗളൂരു ടൗണിലെ ഏറ്റവും വലിയ പിമ്പ്. മിനിസ്റ്ററിനുള്ള അത്താഴം കൊണ്ടുള്ള വരവ. അതെ സുഹൃത്തുക്കളെ, നിങ്ങൾ കേട്ടത് വളരെ ശരിയാണ്. അതായത് ഈ സിനിമയിൽ ജഗ്ഗു സാറ് നമ്മുടെ മറ്റേ ശൃംഗാരവേണയിലെ ഉപ്പിയണ്ണനെയും പെണ്ണും പിള്ളയും ഒരു ഉപ്പിദേശം മൊത്തം കൂട്ടി വെച്ചാൽ പോലും മുട്ടി നിൽക്കാൻ പറ്റാത്ത അത്രയും വലിയ പിമ്പാണ്. ഈ പുത്തരിക്കണ്ട മൈതാനത്തിൽ കാണുന്ന പോലുള്ള ഊളപ്പിമ്പൊന്നും അല്ല ഇത്. This is very big pimp. എന്തരോ അതിനൊരു പേര് പറയും. എന്തരത്? റോയൽ പിമ്പ്. ബേസിക്കലി അണ്ണൻ ഒരു ഏജന്റ് ആണ്. LIC ഏജന്റ് അല്ല, മിലിറ്ററി ഏജന്റ് അല്ല. പക്ഷേ രാജ്യസുരക്ഷ തൊട്ട് പെൺഡ്രൈവ് സുരക്ഷ വരെ എല്ലാം ഏറ്റെടുത്ത് നടത്തി അതിൽ നിന്നൊരു ചെറിയ കമ്മീഷൻ മാത്രം അടിച്ചെടുത്ത് സുഖമായിട്ട് ജീവിക്കുന്ന ഒരു സാധു. പ്രശ്നങ്ങൾ എന്തും ആവട്ടെ, അതിന് അണ്ണന് ഒറ്റ സൊല്യൂഷനേ ഉള്ളൂ. ഉദാഹരണത്തിന് നമ്മുടെ മറ്റേ പാലത്തിന്റെ പ്രശ്നമില്ലേ, അത് നോക്കാൻ വന്ന എഞ്ചിനീയറെ കൊല്ലാൻ നോക്കിയത് അത് വേണ്ടെന്ന് വെച്ചതൊക്കെ നമ്മൾ കണ്ടല്ലോ. ദിസ് ഈസ് വെയർ ജഗ്ഗു കംസ്. അങ്ങനെ ആദ്യമേ ഫയലും കൊണ്ട് ഇങ്ങനെ അടുത്ത് പോയിട്ട് ഒപ്പിട്ട് തരാമെന്ന് ചോദിക്കും. അപ്പോൾ അവരെ ആട്ടിവിടും. അപ്പോൾ ഇങ്ങനെ ആട്ടിവിടുന്നവരെ അണ്ണൻ ഫോളോ ചെയ്യും, അവർ പോലും അറിയാതെ. അപ്പോൾ ഒപ്പിടുമ്പോൾ മുഖമല്ലല്ലോ ഒരാൾക്ക് ഉണ്ട തട്ടുമ്പോൾ. സാർ, ഞാൻ നിങ്ങളിലേക്ക് വരാം. അപ്പോൾ അണ്ണൻ ഇങ്ങനെ ഒരാളെ ഫോളോ ചെയ്ത് അവരുടെ വീക്ക്നെസ്സുകൾ കണ്ടുപിടിക്കും. പിന്നെ കുറ്റം പറഞ്ഞുകൂടാ. ഈ കഥ നടക്കുന്ന ഭൂമിയിൽ എല്ലാവർക്കും ഒരു ഒറ്റ വീക്ക്നെസ്സേ ഉള്ളൂ. അങ്ങനെ ഏമാന് സിനിമാ നടിയാണ് വേണ്ടതെന്ന് മനസ്സിലാക്കിയ ജഗ്ഗു സാർ നായികയെ സെറ്റ് ചെയ്ത് തരാം, ഒപ്പിട്ട് തരാമെന്ന് ചോദിച്ച് ഡീല് സൈൻ ചെയ്യും. പക്ഷേ സെറ്റ് ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞല്ലാതെ അണ്ണന് നായികയെ പേഴ്സണലി പരിചയമൊന്നുമില്ല. അപ്പോൾ അതെങ്ങനെ സെറ്റ് ചെയ്യുന്നു റൂബിക്സ് ക്യൂബ് വെച്ച് ജഗദീഷിനെ പോലെ ആലോചിക്കുന്ന ജഗ്ഗീഷ്. പക്ഷേ മുംബൈയിൽ ബോംബ് വെച്ച് സ്ഥലം കണ്ടുപിടിക്കുന്നതിനേക്കാൾ പാടുള്ള പരിപാടിയാണല്ലോ ഇത്. അതുകൊണ്ട് ജഗ്ഗു റൂബിക്സ് ക്യൂബ് എടുത്ത് തിരിച്ച് മറിച്ച് അവസാനം അത് ഓടിച്ച് പറിച്ചിങ്ങെടുത്തു. പിന്നെ ആവശ്യക്കാരൻ ഔചിത്യമില്ലല്ലോ. അതുകൊണ്ട് ജഗ്ഗു സാർ നേരെ ബാഗും തൂക്കി നായികയോട് ഡീല് സംസാരിക്കാനായിട്ട് പോകും. പക്ഷെ അവരത് ഡീൽ ചെയ്ത് ജഗ്ഗു സാറിന് തീരെ ഇഷ്ടപ്പെട്ടില്ല. ഇനി ജഗ്ഗു ഇവരെ എങ്ങനെ ഇതിന് സമ്മതിപ്പിക്കുന്നു നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞില്ലേ, പ്രശ്നങ്ങൾ എന്തുമാവട്ടെ അണ്ണൻ ഒരു ഒറ്റ സൊല്യൂഷനേ ഉള്ളൂ. അങ്ങനെ ഹോട്ടൽ റൂമിൽ കുളിച്ചോണ്ടിരുന്ന നായിക അറിയാതെ അവളുടെ റൂമിൽ ആളെ കയറ്റി ഒളിപ്പിച്ചിട്ട് അനാശാസ്യം നടക്കുന്നു പോലീസിനെ വിളിച്ച് പറഞ്ഞു. പോലീസ് വന്ന് നായികയെ പിടിച്ചോണ്ട് പോകാതിരിക്കാനായിട്ട് ജഗ്ഗു സാർ കയറി വന്ന് പൈസ കൊടുത്ത് സെറ്റിൽ ചെയ്യുന്നു. അപ്പോൾ ഇത്രയും വലിയ സിനിമാ നടിയുടെ കയ്യിൽ പോലീസിന് കൊടുക്കാൻ നക്കാപ്പിച്ച ഇല്ലേ എന്നൊക്കെ നിങ്ങൾ ചോദിക്കുമായിരിക്കും. പക്ഷേ അത് ജഗ്ഗീഷ് സാറിന്റെ പെർഫോമൻസിന് മുന്നിൽ അപ്രസക്തമാണ്. അപ്പോൾ പോലീസിൽ നിന്ന് രക്ഷിച്ചതിന്റെ നന്ദിക്ക് നായിക ഓഫീസറിന്റെ കൂടെ കിടക്കുന്നു, ഫയൽ സൈൻ ചെയ്യുന്നു, എല്ലാം സെറ്റ്. എങ്ങനെ ഈ ഫീൽഡ് ഇത്ര സ്ട്രോങ് ആയിട്ട് വന്ന് പെട്ട്? നമ്മൾ ഈ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ബാക്കി എല്ലാവർക്കും ഡോക്ടർ ആവണം, പൈലറ്റ് ആവണം, എഞ്ചിനീയർ ആവണം. പക്ഷെ നമുക്ക് എല്ലാ കാലത്തും അറിയാലോ, ഇതായിരുന്നു ഒരു ഡെഡിക്കേഷൻ. ഇതാണ് കേട്ടോ ഡെഡിക്കേഷൻ. പക്ഷേ ഇതൊക്കെ പറഞ്ഞാലും ജഗ്ഗു ആൾ മാന്യനാണ് കേട്ടോ. അങ്ങനെ ആദ്യം മാന്യമായിട്ട് ചെന്ന് ചോദിക്കും, പിന്നെ അവരെ അപമാനിച്ച് കഴിയുമ്പോഴാണ് അങ്ങനെ പിടിച്ചാൽ കിട്ടാത്തത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നേരത്തെ ഇങ്ങനെ ഇതേപോലെ ഒരു ഫയൽ എടുത്ത് ഷട്ടിൽ കോഡിൽ കളിച്ചുകൊണ്ടിരുന്ന ഒരാളുടെ അടുത്ത് ചെന്നു. അങ്ങനെ ആ ഫയൽ എടുത്ത് ഇയാളുടെ മുഖത്തോട്ട് വലിച്ചെറിഞ്ഞ് വല്ലാണ്ട് അങ്ങ് അപമാനിക്കും. കളിക്കളത്തിൽ വെച്ച് അപമാനിച്ചതിൽ പ്രതിഷേധിച്ച് അദ്ദേഹം നേരെ പോയത് മറ്റൊരു പ്ലേ ഗ്രൗണ്ടിലേക്കാണ്. സ്വന്തം മകന് നല്ലൊരു അച്ഛൻ എന്ന പോലെ, സ്വന്തം ഭാര്യയ്ക്ക് ഏറ്റവും വിശ്വസ്തനായ ഭർത്താവ് എന്ന പോലെ ലെവൽ കണ്ണൻ ഏറ്റവും നല്ല കാമുകനാണ്. എപ്പോഴൊക്കെ അപമാനിക്കപ്പെടുന്നു അണ്ണൻ ഇവിടെ വന്ന് റൊമാൻസ് ചെയ്ത് റീചാർജ് ആയിട്ടാണ് പിന്നെ പണിക്ക് പോകാറ്. പിന്നെ റൊമാൻസ് എന്നൊക്കെ പറഞ്ഞു ക്രേസി സ്റ്റാർ നാണിച്ചു പോകുന്ന അളവിലുള്ള റൊമാൻസ്. പിന്നെ ജഗ്ഗു സാർ മാന്യനായിട്ട് കാമുകിയെ വരെ ഡീല് ക്ലോസ് ചെയ്യാൻ ഉപയോഗിക്കാറുണ്ട്. ഇനി ഈ കഥയിലേക്ക് നമ്മുടെ ചലഞ്ചിങ് സാർ എങ്ങനെ വരുന്നു എന്ന് അറിയാനാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ആകാംക്ഷയെന്ന് എനിക്കറിയാം. ഈ സിനിമ നോക്കിക്കഴിഞ്ഞാൽ ആക്ച്വലി ഇതിനകത്ത് ജഗ്ഗു സാർ രമേശ് നമ്പ്യാറും ദർശൻ സാർ ദേവരാജ് പ്രതാപവർമ്മയാണ്. അതങ്ങനെ മേലോട്ടമായിട്ട് നോക്കിയാൽ മനസ്സിലാവില്ല, കുറച്ച് സൂക്ഷ്മമായിട്ട് നോക്കണം. അതായത് 2020 എന്താണ്, ദേവൻ ഓരോന്ന് ചെയ്യും, എന്നിട്ട് രമേശ് നമ്പ്യാർ ദേവനെ ഇറക്കിക്കൊണ്ടുവരും. ഇടയ്ക്ക് വെച്ച് ദേവൻ നല്ലവനാണെന്ന് രമേശിന് മനസ്സിലാവുന്നു. അവസാനം രമേശും ദേവന്റെ കൂടെ ചേരുന്നു. ഇനി നമുക്ക് ഈ പടത്തിലേക്ക് വരാം. ഈ പടത്തിൽ ദർശൻ സാർ ഒരു IAS ഓഫീസറാണ്, പക്ഷെ ഭയങ്കര കറപ്റ്റാണ്. അപ്പോൾ ഒരു ദിവസം അങ്ങേറെ വീട്ടിലൊരു തൂത്തുവാരൽ റൈഡ്. അതാണെങ്കിൽ മെത്ത പൊക്കിയാൽ അതിൻ്റെ അടിയിലും പൈസ, അലമാര തുറന്നാൽ അതിനകത്ത് മുദ്രപത്രം, അങ്ങനെ ഒരു വീട്. അങ്ങനെ മൊത്തം അരിച്ചു വരി കുറെ പൈസയും മാലയും പേപ്പറും ഒക്കെ കിട്ടി. സത്യത്തിൽ ഇതൊക്കെ മതി ഒരു IAS ഓഫീസർക്ക് പ്രശ്നമാവാനായിട്ട്. പക്ഷേ ഇതൊന്നും എടുത്തിട്ടും ചലഞ്ചിങ് സാറിന് ഒരു കുലുക്കമില്ല. പക്ഷെ പോകുന്നതിന് മുമ്പ് ആ റെയ്ഡ് ചെയ്യാമെന്ന ഓഫീസർ നിങ്ങളെ ഞാനൊന്ന്
ചെക്ക് ചെയ്തോട്ടെ എന്ന് ചോദിക്കും. ആ ചെക്കിങ്ങിൽ അങ്ങേർക്ക് നിക്കറിന്റെ അറ്റത്ത് നിന്ന് ഒരു പെൻഡ്രൈവ് കിട്ടും. അല്ല, പൈസയും പേപ്പറും ഒക്കെ ഇവിടെ ഇരിക്കുമ്പോൾ 16 GB പെൻഡ്രൈവിൽ എന്താണുള്ളത്? ഓ, എന്തായാലും ദേവരാജ പ്രതാപ് വർമ്മ രമേശ് നമ്പ്യാരെ വിളിക്കും. ആ പെൻഡ്രൈവ് തിരിച്ചു വേണമെന്ന് പറയും. രമേശ് നമ്പ്യാർ സാധാരണ പിടിക്കാറുള്ള ആ ലോ പോയിന്റ് കയറി പിടിക്കും. പെൻഡ്രൈവ് തിരിച്ചു കിട്ടി. പിന്നെ ദേവൻ പറയും അങ്ങേർക്ക് അങ്ങേരുടെ ജോലി തിരിച്ചു വേണമെന്ന്. രമേശ് നമ്പ്യാർ വീണ്ടും അങ്ങേരുടെ ലോ പോയിന്റ് ഇറക്കും. ജോലിയും തിരിച്ചു കിട്ടും. ഇങ്ങനെ പ്രൊഫഷണൽ ലൈഫിലുള്ള കാര്യങ്ങൾ മാത്രം പോരല്ലോ, ഇടയ്ക്ക് പേഴ്സണൽ ലൈഫിലുള്ള ഫണ്ടും വേണ്ടേ. അങ്ങനെ ഒരു ദിവസം നമ്മുടെ ജൂനിയർ ജഗ്ഗു വലിയൊരു ബോർഡിൽ ആർക്കും കാണാൻ പറ്റാത്ത രീതിയിൽ കുമ്മായപ്പൊടി എങ്ങാണ്ട് കലക്കി അടിച്ച് പെയിന്റ് അടിച്ചുകൊണ്ടിരിക്കുക. எப்படி இருக்கு இந்த ஆர்டிஸ்ட் என்ன சொல்றான்னு புரியல. புரியலையா? பார்த்த உடனே புரிஞ்சுப்பேன்னு நினைச்சேன். வேற ஆங்கிள் இருந்து பார்க்கணும். I got it. அது இந்த மனுஷனுக்குள்ள இருக்கிற உணர்வுகளை சொல்லுது. Am I right? பிரசாத், you're a genius da. Thank you. വരയ്ക്കാൻ വലിയ വശമില്ലെങ്കിൽ വാശി പിടിക്കാൻ നമ്മുടെ ജഗ്ഗു ജൂനിയർ മിടുക്കനാണ്. അതായത് ഈ കുമ്മായം കൊണ്ടുള്ള കുമ്മിയടിക്ക് ശേഷം ഇവരെല്ലാവരും കൂടി ഷോപ്പിങ്ങിന് പോകും. അത് ഏതൊരു നല്ല പൗരനെയും പോലെ സീറ്റ് ബെൽറ്റ് ഇടാതെ മോനെ ഫ്രണ്ടിലിരുത്തി പാലത്തിനടിയിൽ റോഡിന്റെ വലത്തെ വശത്ത് കൊണ്ടുവന്ന് പാർക്ക് ചെയ്തിട്ട് ഗ്ലാസും തുറന്ന് ഭാര്യയും ജഗ്ഗും കൂടെ ഷോപ്പിങ്ങിന് പോകും. നല്ല പേരൻസ്. പക്ഷെ പെട്ടെന്ന് ആ പാലം പൊളിഞ്ഞ് ആ വണ്ടിയുടെ മുകളിലേക്ക് വീഴുന്നു. കാറ് തവിട് പൊടി. ഒബ്വിയസ്ലി അതിനകത്തുള്ള ചെറുക്കനും തവിട് പൊടി. ഇൻ കേസ് യു മിസ്ഡ് ഇറ്റ്, ഇതാണ് നമ്മുടെ ജഗ്ഗു സാർ പടത്തിന്റെ തുടക്കത്തിൽ ഡബിൾ മാമപ്പണി കളിച്ച് രക്ഷിച്ചെടുത്ത ആ പാലം. പക്ഷേ ജഗ്ഗു സാർ 100% പ്രൊഫഷണൽ ആണ്. കാരണം മകൻ മരിച്ചത് അങ്ങേര് വലിയ സീനാക്കിയില്ല. കാരണം അത് സീനാക്കി കഴിഞ്ഞാൽ പാലം നേരെയാക്കാനായിട്ട് അതിന്റെ പുറകെ കളിച്ച കളികളുടെ കാര്യം നാട്ടുകാർ അറിയില്ലേ. അല്ലാതെ ഞാൻ പണിഞ്ഞതിന് ബദല് ഞാൻ തന്നെ ഉണ്ടാക്കിയ കൊടുക്ക ഞാൻ കൊടുക്കൂലേ. പക്ഷെ ജഗ്ഗു സാറാണ് ഇതൊക്കെ ചെയ്തതെന്ന് മനസ്സിലാക്കിയ ഭാര്യ ജഗ്ഗു സാറിനോട് ദേഷ്യവും. അവർ കഴിക്കാൻ വന്നിരുന്ന അങ്ങേരോട് ഗാന്ധിതല പുഴുങ്ങി തിന്നാൻ പറഞ്ഞ് അപമാനിക്കും. അപമാനിച്ചു കഴിഞ്ഞാൽ അറിയാലോ. അങ്ങനെ ഇവിടെ നിന്നൊക്കെ ഇറങ്ങി നമ്മുടെ രമേശ് നമ്പ്യാർ വീണ്ടും അങ്ങേരുടെ ലോ കളികൾ തുടരുന്നു. പക്ഷെ അപ്പോഴാണ് നമ്മുടെ ദേവ്ജിയെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടാത്തതുകൊണ്ട് അങ്ങേരത്തെ പേര് ഓർഫണേജിൽ പോകുന്നത്. അവിടെ ചെല്ലുമ്പോഴാണ് നമ്മുടെ ദേവൻ ശരിക്കും നല്ലവനാണെന്ന് രമേശിന് മനസ്സിലാവുന്നത്. അപ്പോൾ നമ്മുടെ രമേശ് ദേവനോട് ചോദിക്കും, എങ്ങനെയാണ് സർ നിങ്ങൾ മാറിയത്? പറയാം. ഒരു ദിവസം ഒരു പെൺകുട്ടി സൈക്കിൾ ഓടിക്കുകയായിരുന്നു. പെട്ടെന്ന് കല്ല് തട്ടി ആ കുട്ടി ഒരു കറണ്ട് വയർ കിടന്ന് ഒരു ചെളിക്കുഴിയിൽ ചെന്ന് വീണു. പെട്ടെന്ന് വേറൊരു കുട്ടി അവന്റെ ആർട്ടിഫിഷ്യൽ കൈവച്ച് വയറ് ചെളിയിൽ നിന്ന് മാറ്റി ആ കുട്ടിയെ രക്ഷിച്ചു. അങ്ങനെ ഞാൻ നന്നായി. ശരിക്കും ഈ കഥയിൽ ഇയാൾ എവിടെടാ? അവിടെ ഒരാൾ ചെയിൻ കൊണ്ടിട്ടില്ലേ, അങ്ങേരാണോ ഇങ്ങേര്? ഈ സംഭവം നടക്കുമ്പോൾ നമ്മുടെ ദേവൻ ഈ പഞ്ചായത്തിലേ ഇല്ല. പക്ഷേ ഈ സംഭവമാണ് അദ്ദേഹത്തെ നന്മയുടെ പാതയിലേക്ക് നയിച്ചത്. പക്ഷേ അപ്പോഴും ജഗ്ഗു പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ഫയലിൽ സൈൻ ചെയ്ത് കൊടുക്കാനാണ്. ഷോക്ക് ട്രീറ്റ്മെന്റിന്റെ കഥ പറഞ്ഞിട്ട് നന്നാവാത്ത ജഗ്ഗു സാറിനെ നന്നാക്കാനായിട്ട് രാജ്യസ്നേഹം അണ്ണാക്കിലോട്ട് തള്ളിക്കൊടുക്കാതെ വേറെ ഒരു വഴിയില്ലെന്ന് മനസ്സിലാക്കിയ നമ്മുടെ ദേവരാജ പ്രതാപ വർമ്മയും പിള്ളേരും കൂടെ പതാക പടർത്തിയുള്ള ഒരു പാട്ട്. അതിൽ പിള്ളേരെ കൊണ്ട് പട്ടാളക്കാരായിട്ടും തീവ്രവാദികളായിട്ടും അഭിനയിപ്പിച്ച് അവരെ മത്തി അടുക്കി വെച്ചിരിക്കുന്ന പോലെ കിടത്തി പുഷ്പാർച്ചനയൊക്കെ നടത്തും. ഇത് കണ്ടപ്പോൾ ജഗ്ഗു കൺവിൻസ്ഡ്. പക്ഷേ ഇതൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നാലും ചേച്ചി ജഗ്ഗുവിന് ഒരു സമാധാനവും കൊടുക്കുന്നില്ല. ഡെയിലി അടിയും വഴക്കുമായിട്ട് ജഗ്ഗു കുടിച്ച് പൂസായിട്ട് വന്ന ഒരു ദിവസം ചേച്ചി അങ്ങനെ കളഞ്ഞിട്ട് ഇറങ്ങിപ്പോകും. അതിന്റെ തൊട്ടടുത്ത ദിവസം ജഗ്ഗു സാറിന്റെ ട്രാൻസ്ഫോർമേഷൻ. അപ്പോൾ ഈ ഭയങ്കര ട്രാൻസ്ഫോർമേഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഒന്നിൽ അഭിനയത്തിൽ അല്ലെങ്കിൽ ബോഡി ലാംഗ്വേജിൽ അല്ലെങ്കിൽ ലുക്കിൽ ഇപ്പോൾ താടിയോ മുടിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വെട്ടിക്കളാം, അങ്ങനെയൊക്കെ നടത്താമല്ലോ. പക്ഷേ ഇത് നവരസ നായകണ്ട. വാരി പൂശിരുന്ന 100 കിലോ തങ്കം മൊത്തം ഊരി കളഞ്ഞിട്ട് മുഖം കഴുകി കണ്ണാടി വെച്ചപ്പോൾ ആള് ഡീസൻ്റായി. കമൽഹാസനൊക്കെ ഇങ്ങനെ കണ്ടുപഠിക്കണം. എന്താണോ തപ്പുന്നത്? കോണ്ടാക്ട് ലെൻസ് ആയിരുന്നല്ലേ നിങ്ങൾ കബേർഡ് തോന്നുന്നു തപ്പിയത്. അപ്പോൾ എന്തായാലും ജഗ്ഗു നന്നായല്ലോ. അപ്പോൾ അങ്ങനെ ലൈവ് TV വന്നിരുന്ന് ഇതുവരെ അങ്ങനെ സഹായിച്ച എല്ലാവരുടെയും പേരങ്ങ് പറയും. കൂട്ടത്തിൽ കുറച്ച് രാജ്യസ്നേഹം കൂടെ വിളമ്പും. അല്ല, നിങ്ങളുടെ ഈ പെട്ടെന്നുള്ള മാറ്റത്തിന് ആരാണ് കാരണം? എന്താണ് കാരണം? എന്റെ ഈ മാറ്റത്തിന് ഒരു വലിയ മനുഷ്യനാണ് കാരണം. ഇതിവിടെ നടക്കുമ്പോൾ നമ്മുടെ ജഗ്ഗുവിൻ്റെ ഭാര്യയെ പൊക്കാൻ നമ്മുടെ ചെരുപ്പ് കൊണ്ട് ചിരവ ഉണ്ടാക്കിയ മാമൻ വരും. അവരും എല്ലാവരും കൂടെ ചേർന്ന് ചേച്ചിയെ പൊക്കി നേരെ ചാനൽ ഓഫീസിലോട്ട് വരും, ഓഫീസ് തല്ലി പൊളിക്കാനായിട്ട്. പക്ഷെ അവർ പൊളിക്കുന്നതിന് മുന്നേ രക്ഷിക്കൽ എന്നുള്ള പേരിൽ ചലഞ്ചിങ് സാർ ആ ഓഫീസ് മുഴുവൻ പൊളിച്ചടുക്കി. ദർശൻ സാറിന് പിന്നെ ഈ പടത്തിൽ കുമ്പിടി പവേഴ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. അതായത് ഇവിടെ ജാക്കറ്റും ജീൻസും ഒക്കെ ഇട്ട് വരുന്നതിന് 2 മിനിറ്റ് മുമ്പ് അങ്ങനെ കളക്ടറേറ്റിൽ നിന്നും പാൻറ്റും ഷർട്ടും ഇട്ട് ലൈവായിട്ട് രാജ്യസ്നേഹം വിളമ്പി അങ്ങോട്ട് വെച്ചേ ഉള്ളായിരുന്നു. എന്താണെങ്കിലും അകത്തെ പരിപാടി തീരുന്നവരെ ദർശൻ സാർ എല്ലാവരും എടുത്തിട്ട് അടിക്കും. പരിപാടി കഴിഞ്ഞ് പുറത്തിറങ്ങിയ ജഗ്ഗു സാർ എത്ര നല്ല ഭർത്താവാണെന്ന് മനസ്സിലാക്കിയ ഭാര്യ അദ്ദേഹത്തിന്റെ കാലിൽ വീണ് ആശീർവാദം മേടിക്കും. ആർഷഭാരത സംസ്കാരം. നമുക്കങ്ങോട്ട് നീങ്ങിയാലോ?
ചലഞ്ചിങ് സ്റ്റാറിനെ എന്തിനാ ചലഞ്ചിങ് സ്റ്റാർ എന്ന് വിളിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ 5 മണിക്കൂർ കഴിഞ്ഞാൽ കഞ്ഞിവെള്ളം പോലെ കട്ടിപിടിച്ച മോന്തയും വെച്ച് ഇങ്ങേര് കാണിക്കുന്ന ഈ കോപ്രായത്തിന് ഇങ്ങേർക്ക് എന്തിനാ നവരസ നായകൻ എന്ന് പേരിട്ട് ഇരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. നവരസമൊക്കെ പോട്ടെ, ഒരു രസമെങ്കിലും വരണ്ടേ? അപ്പോൾ ഈ പടത്തോടുകൂടി നമ്മൾ 2 കാര്യങ്ങൾ ചെയ്തു തീർത്തു. ഒന്ന്, നമ്മുടെ ജഗ്ഗു സാറിന് നമ്മുടെ മൾട്ടിവേഴ്സിൽ ഒരു സ്ഥാനം കൊടുത്തു. 2, നമ്മുടെ കണ്ണിലുണ്ണിയായ ചലഞ്ചിങ് സ്റ്റാറിനെ നമ്മൾ തിരിച്ചു കൊണ്ടുവന്നു. ഈ പടത്തിൽ നമ്മുടെ ജഗ്ഗീഷ് സാർ ഉപയോഗിക്കുന്ന സ്കോർപ്പിയോ കണ്ടപ്പോഴാണ് മലയാള സിനിമയുടെ ഗതി തന്നെ മാറ്റിവിട്ട മറ്റൊരു സ്കോർപ്പിയോയെ പറ്റി എനിക്ക് ഓർമ്മ വന്നത്. അങ്ങനെ ആ സിനിമയെ പറ്റി തപ്പി പോയപ്പോഴാണ് നമ്മുടെ ക്രൈസി സ്റ്റാർ എന്നുള്ള പേരിൽ തന്നെ ആ പടം റീമേക്ക് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ നമുക്കറിയാലോ, ക്രൈസി സ്റ്റാർ ഒരു പടം റീമേക്ക് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒറിജിനലിനേക്കാൾ മികച്ച രീതിയിലായിരിക്കും അത് ചെയ്യുക. അതിൽ ഒട്ടും വ്യത്യാസമില്ല. ട്രാഫിക്കിനേക്കാൾ മികച്ച ഒരു റീമേക്ക്. எனக்கு இன்னொரு பேர் இருக்கு. அநியாயத்தை அவன் சிலைக்கு அவனே மாலை போடுறான். அது